നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ എരുമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചോറിൻ്റെ കൂടെയും കഞ്ഞീരുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ തോരനാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് വൻപയർ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചേക്കുന്നതാണ്. നമ്മളെപ്പോഴും പയറൊക്കെ ഒന്ന് വേവിക്കുമ്പോൾ കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് വേവിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിപ്പോൾ ഞാൻ തലേദിവസം രാത്രിയാണ് കുതിർത്ത് വെച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ പാകം ചെയ്യുന്നതിന് 2-3 മണിക്കൂർ മുന്നേ ഒന്ന് കുതിർത്ത് വെച്ചാലും മതിയാവും. വൻപയറിൽ കല്ലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുതിർത്ത് വെക്കുന്നതിന് മുന്നേ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് വേണം കുതിർത്ത് വെക്കാനായിട്ട്. 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. പയറ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പയറ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു കുക്കർ എടുക്കാം. അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പയറ് ചേർത്തെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് പയറൊന്ന് അളന്നെടുത്തേക്കുന്നത്. ആ സെയിം കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാണുന്നുണ്ടോ, ജസ്റ്റ് ആ പയറ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതിപ്പോൾ തലേദിവസം രാത്രി കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ പയറിന് അധികം വേവില്ല, 1 വിസിൽ മതിയാവും. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ഒഴിച്ചത്. കുതിർക്കാതെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പയറിന് കുറച്ചധികം വേവുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3-4 വിസിലെടുക്കുക എന്തായാലും പയർ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം. പയർ വേകുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഒന്നുകിൽ ചെറിയ ഉള്ളി ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സവാള ചേർക്കാം. സവാള ആണെങ്കിൽ ഒരു ചെറിയ സവാള, ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 6 എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 മുതൽ 3 വെളുത്തുള്ളി മതിയാവും. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഒന്നുകിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചതച്ചാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ സ്കിന്ന് കളയാതെ സ്കിന്നോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളി അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങാക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലാണ് ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തത്. ഇതിലോട്ട് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുറച്ച് കരിവേപ്പില, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിൻ്റെ കൂടെ കുരുമുളകും കൂടി ചേർത്തെടുക്കണം. കുരുമുളക് പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അങ്ങനെ തേങ്ങാക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് ഒതുക്കിയെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് പയറും ഒന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നവരെയാണ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലിഡ് ഓപ്പണാക്കി നോക്കാം. പയർ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ തോരന് പയർ വേവിച്ചെടുക്കുമ്പോൾ പയർ വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല, എന്നാൽ പാകത്തിന് വേഗവും വേണം. ഈ ഒരു രീതിയിലാണ് തോരത്തിന് പയറൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായിരുന്നു. വെള്ളം വളരെ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. ഇനി അടുത്തായിട്ടൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ചേർക്കാം, കുറച്ച് വറ്റൽമുളക്, കുറച്ച് കരിവേപ്പില. കടുക് നന്നായിട്ടും പൊട്ടിയതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇവ ചേർത്തെടുക്കാം. ഇനി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊന്ന് മാറണം. അപ്പോൾ ഒന്നുകിലും നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാം. ചതച്ച് ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന തേങ്ങാക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൂട്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം.
പയർ ചേർക്കുമ്പോൾ ആ വെള്ളത്തോട് കൂടി തന്നെ പയർ ചേർക്കാം. പയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒതുക്കി വയ്ക്കാം. ഇനി ഒരു ലിഡ് വെച്ച് അടച്ചതിന് ശേഷം 5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ പയർ ഓൾറെഡി വെന്തതാണ്. ഈ പയറിൽ ഈ കൂട്ടൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ മാറിയിട്ട് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു തോരന് കുരുമുളക് പൊടി കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ പച്ച കുരുമുളകാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാക്കൂട്ട് റെഡിയാക്കിയ സമയത്ത് പച്ച കുരുമുളകും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. അങ്ങനത്തെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയം ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്തെടുക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു തോരൻ ചോറിൻ്റെ കൂടെയോ കഞ്ഞീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പോൾ പയറിൻ്റെ വെള്ളമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടും. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്